ഹൈലൂറിക് ആസിഡ് ആർക്കൊക്കെ ഉപയോഗിക്കാം, എന്തെല്ലാം ഹെൽപ്പാണ് ഹൈലൂറിക് ആസിഡ് ചെയ്യുന്നത്, എന്താണ് ഹൈലൂറിക് ആസിഡ്, ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഹലോ എവരി വൺ, വെൽക്കം ടു യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇറ്റ്സ് മീ ജലാൽ ഫ്രം അൽ സൈത്തൂൻ ഫാർമസി, കൽബ ഫുജൈറ. ഹൈലൂറിക് ആസിഡ് ഇന്ന് കോസ്മെറ്റിക് രംഗത്ത് വളരെ പോപ്പുലറാണ്. ഹൈലൂറിക് ആസിഡ്, ഹൈലൂറിക് ആസിഡ് ക്രീം, സിറം, SPF, അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഇന്ന് അവൈലബിൾ ആണ്. ഹൈലൂറിക് ആസിഡ് ആർക്കൊക്കെ ഉപയോഗിക്കാം, എന്തെല്ലാം ഹെൽപ്പാണ് ഹൈലൂറിക് ആസിഡ് ചെയ്യുന്നത്, എന്താണ് ഹൈലൂറിക് ആസിഡ്, ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് ചർച്ച ചെയ്യാം. എന്താണ് ഹൈലൂറിക് ആസിഡ്? ഹൈലൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോമ്പോണൻ്റ് ആണ്. നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂവിലും സ്കിന്നിൻ്റെ ഡെർമസിലെല്ലാം കാണപ്പെടുന്ന ഒരു കോമ്പോണൻ്റ് ആണ് ഹൈലൂറിക് ആസിഡ്. ഇതിന് ഒരു കേപ്പബിലിറ്റി ഉണ്ട്. ഇത് 1000 ടൈം ഓഫ് ഇതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് അനുസരിച്ച് വാട്ടർ അബ്സോർബ് ചെയ്ത് വെക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇതിനുണ്ട്. പിന്നെ ഹൈലൂറിക് ആസിഡ് ഹ്യൂമെറ്റിക് ആണ്, എന്ന് വെച്ചാൽ സെൽസിൻ്റെ അകത്തു നിന്നും അറ്റ്മോസ്ഫിയറിൽ നിന്നും വാട്ടർ അബ്സോർബ് ചെയ്ത് വെക്കാനുള്ള ഒരു കേപ്പബിലിറ്റി കൂടെ ഹൈലൂറിക് ആസിഡിനുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈലൂറിക് ആസിഡ് ഇന്ന് കോസ്മെറ്റിക് രംഗത്ത് വളരെ പോപ്പുലറാണ്. ഹൈലൂറിക് ആസിഡ് സിറം, ഹൈലൂറിക് ആസിഡ് ക്രീമുകൾ, ഹൈലൂറിക് ആസിഡ് SPF, ഇതെല്ലാം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇങ്ങനത്തെ എല്ലാ പ്രോഡക്ട്സ് നിങ്ങളെല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവും. ഹൈലൂറിക് ആസിഡ് ഉപയോഗിച്ചിട്ടും കറുത്തു പോകണു, ഹൈലൂറിക് ആസിഡ് ഉപയോഗിച്ചൊരു പ്ലം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവിടെ എല്ലാം വരുന്നത് ഹൈലൂറിക് ആസിഡ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ആർക്കൊക്കെ ഇത് ഉപയോഗിക്കാം, എന്തെല്ലാം ഹെൽപ്പാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹൈലൂറിക് ആസിഡ് നമ്മുടെ അപ്പർ ഡെർമസിലും ലോവർ ഡെർമസിലും എല്ലാം കാണപ്പെടുന്ന ഒരു കോമ്പോണൻ്റ് ആണ്. ഇതിൻ്റെ ഹ്യൂമെറ്റിക് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇലാസ്റ്റിക് സ്കിന്നിന് വേണ്ടിയിട്ടും, സ്കിന്നൊരു ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടും, പൾപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഹൈലൂറിക് ആസിഡിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ റാഷസിനും ഇൻഫ്ലമേഷൻസിനൊക്കെ ആയിട്ട് ഹൈലൂറിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്. ഹൈലൂറിക് ആസിഡ് ഇന്ന് വളരെ പോപ്പുലറാണ്. മോയ്സ്ചറൈസിങ് ക്രീമിലും സിറംസിലും ടോണറിലും ക്ലെൻസറിലും എല്ലാ കോസ്മെറ്റിക് പ്രോഡക്ട്സിലും ഹൈലൂറിക് ആസിഡ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഹൈലൂറിക് ആസിഡ് ഇത്രയും പോപ്പുലർ ആവുന്നത്? ഹൈലൂറിക് ആസിഡിൻ്റെ ബെറ്റർ റിസൾട്ട് തന്നെയാണ്. ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് ഹൈലൂറിക് ആസിഡ് നൽകുന്നത്. ഹൈലൂറിക് ആസിഡ് ഇന്ന് യൂസ് ചെയ്ത് തുടങ്ങിയാൽ ഇന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കണ്ടു തുടങ്ങാൻ സാധിക്കും. ഒരു ബ്രൈറ്റർ സ്കിന്ന് അല്ലെങ്കിൽ ഒരു പൾപ്പിനെസ് ഉണ്ടായിരിക്കും എന്നതാണ്. എന്തുകൊണ്ടാണ് എല്ലാ പ്രൊഡക്ട്സിലും ഹൈലൂറിക് ആസിഡ് ഉപയോഗിക്കുന്നത്? ഹൈലൂറിക് ആസിഡിൻ്റെ ഈ ഹ്യൂമെറ്റിക് പ്രോപ്പർട്ടിയാണ് അതിന് കാരണം. എപ്പോഴും ഒരു മോയ്സ്ചറൈസിങ് ഫീല് നമ്മുടെ സ്കിന്നിന് നൽകും. ഒരു മറ്റു പ്രൊഡക്ട്സിൽ നിന്നുള്ള ഇറിറ്റേഷൻസ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യും, ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യും എന്നുള്ളതാണ് ഹൈലൂറിക് ആസിഡിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഹൈലൂറിക് ആസിഡ് ടോപ്പിക്കൽ ഏജൻസ് ആയിട്ടും ഇഞ്ചെക്റ്റബിൾ ആയിട്ടും നമ്മുടെ ശരീരത്തിലോട്ട് എടുക്കാൻ പറ്റും. ടോപ്പിക്കൽ ഏജൻസ് എന്ന് പറയുമ്പോൾ ക്രീം, സിറം, മോയ്സ്ചറൈസർ ഇങ്ങനത്തെ പ്രൊഡക്ട്സിലും അതർ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെയുള്ള സിറംസ് ആയിട്ടും നമുക്ക് ഹൈലൂറിക് ആസിഡ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് ഇഞ്ചെക്റ്റബിൾ ആണ്. സ്കിന്നിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഹൈലൂറിക് ആസിഡ് കണ്ടൻറ്റ് നമ്മുടെ സ്കിന്നിലോ ഡെർമസിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടെ ഹൈലൂറിക് ആസിഡ് ട്രീറ്റ്മെൻറ്റിലുണ്ട്. ഹൈലൂറിക് ആസിഡ് 2 ടൈപ്പ് ഉണ്ട്. ഹയർ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഹൈലൂറിക് ആസിഡ്, ലോവർ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഹൈലൂറിക് ആസിഡ്. ഏത് തരം പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഹൈലൂറിക് ആസിഡ് പ്രൊഡക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ശരീരത്തിൽ വാട്ടർ അബ്സോർപ്ഷൻ കൂട്ടുകയും സ്കിന്നിനെ ബ്രൈറ്റ് ആക്കുകയും ഒരു പൾപ്പിനെസ് നൽകാൻ വേണ്ടിയിട്ടെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലോവർ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഹൈലൂറിക് ആസിഡ് ഡീപ്പ് ഡെർമസിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മൾ അത്ര പ്രിഫർ ചെയ്യുന്നില്ല. ഇത് പിന്നെ ഒരു ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഹൈലൂറിക് ആസിഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ റാഷസും ഇറിറ്റേഷനും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രൊഡക്ട്സ് മാക്സിമം ഒഴിവാക്കുക. ഹയർ മോളിക്കുലാർ വെയിറ്റ് ഉള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കുക. ഹൈലൂറിക് ആസിഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഹൈലൂറിക് ആസിഡ് എപ്പോഴും ഉപയോഗിക്കേണ്ടത് ഒരു വെറ്റ് സ്കിന്നിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ക്ലെൻസിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വാട്ടർ സ്പ്ലാഷ് ചെയ്തതിന് ശേഷം ആ വാട്ടറിലാണ് നമ്മൾ ഹൈലൂറിക് ആസിഡ് സിറം ഉപയോഗിക്കേണ്ടത്. ജസ്റ്റ് ഹൈലൂറിക് ആസിഡ് സിറം എടുത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ആ വാട്ടർ അബ്സോർബ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റ്നെസ് നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മളിപ്പോൾ രാവിലെ ഉപയോഗിച്ചു, നമ്മുടെ ഒരു ഉച്ചയ്ക്ക് വീണ്ടും ഉപയോഗിക്കണം. അപ്പോൾ ഒരു മിസ്റ്റ് ടൈപ്പ് ഹൈലൂറിക് ആസിഡ് നമുക്ക് അവൈലബിൾ ആണ്, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് വാട്ടർ മിസ്റ്റ് ജസ്റ്റ് സ്പ്രേ ചെയ്തതിന് ശേഷം ഹൈലൂറിക് ആസിഡ് സിറം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ തന്നെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഹൈലൂറിക് ആസിഡ് സിറം ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ വൈറ്റമിൻ C അല്ലെങ്കിൽ റെറ്റിനോൾ സിറം ഉപയോഗിക്കുന്ന ആളുകൾ. അപ്പോൾ എങ്ങനെയാണ് അവർ ഹൈലൂറിക് ആസിഡ് സിറംസ് ഉപയോഗിക്കേണ്ടത്? ആദ്യം വൈറ്റമിൻ C അല്ലെങ്കിൽ റെറ്റിനോൾ സിറം ഉപയോഗിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം
മിസ്റ്റ് സ്പ്രേ യൂസ് ചെയ്തതിന് ശേഷം ആ സ്പ്രേക്ക് മുകളിലായിട്ട് ഹൈലൂറോണിക് ആസിഡ് സിറം ഉപയോഗിക്കുക. ഇത് വാട്ടർ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും ഒരു ബ്രൈറ്റർ സ്കിന്ന് നൽകാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഹൈലൂറോണിക് ആസിഡ് ഡ്രൈ സ്കിന്നിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു റിസൾട്ടും ഉണ്ടാവുകയില്ല. അത് കൂടുതൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി കാണിക്കുകയും ഒരു റാഷ് ഉള്ള പോലെ അല്ലെങ്കിൽ ഒരു റിങ്കിളുള്ള പോലെ തോന്നിക്കുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഹൈലൂറോണിക് ആസിഡ് സിറം ഉപയോഗിക്കുമ്പോൾ ഡാം സ്കിന്നിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ഏറ്റവും റിസൾട്ട് ഉള്ള മെത്തേഡ്. ഇത് തന്നെയാണ് ശരിയായ മെത്തേഡും. ഹൈലൂറോണിക് ആസിഡ് പ്രോഡക്ട്സ് യൂസ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഇതുമൂലം ആ ഹൈലൂറോണിക് ആസിഡിൻ്റെ എഫക്ട്സ് കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് ഹൈലൂറോണിക് ആസിഡ് ഉപയോഗിക്കേണ്ടത്? ഹൈലൂറോണിക് ആസിഡ് ഉപയോഗിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു പ്ലം സ്കിൻ വേണോ, നിങ്ങൾക്ക് ഹൈലൂറോണിക് ആസിഡ് ഉപയോഗിക്കാം. ആക്നേസ് കൂടുതലുള്ള ആളുകൾക്ക് ഹൈലൂറോണിക് ആസിഡ് ഉപയോഗിക്കാം. മെച്ചൂർ സ്കിന്നുള്ള ആളുകൾക്ക് ഹൈലൂറോണിക് ആസിഡ് ഉപയോഗിക്കാം. ഏജ്ഡ് സ്കിന്നുള്ള ആളുകൾക്കും ഹൈലൂറോണിക് ആസിഡ് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾ സ്കിൻ കെയറിൽ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈലൂറോണിക് ആസിഡ് ഉപയോഗിക്കാം. ഇതൊരു ബെറ്റർ റിസൾട്ട് തരാം, നിങ്ങൾക്കൊരു എൻകറേജ്മെൻ്റ് ഒക്കെ നൽകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ആർക്കൊക്കെയാണ് ഹൈലൂറോണിക് ആസിഡ് ഉപയോഗിക്കേണ്ടത്? നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ ഹൈലൂറോണിക് ആസിഡ് ഉപയോഗിക്കരുത്. ഹൈലൂറോണിക് ആസിഡ് ഉപയോഗിച്ചാൽ അത് കൂടുതൽ ഡ്രൈ ആയിട്ടും ഒരു റിങ്കിൾസ് എല്ലാം വരാൻ ഇത് കാരണമാകും. പിന്നെ നിങ്ങൾ ഒരു ഡ്രൈ അറ്റ്മോസ്ഫിയർ ആണ്, നിങ്ങളെ ക്ലൈമറ്റ് ഭയങ്കര ഡ്രൈ ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഹൈലൂറോണിക് ആസിഡ് ഉപയോഗിക്കരുത്. ഇതും നമ്മുടെ സ്കിന്ന് വളരെ ഡ്രൈ ആയിട്ട് കാണപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രൈ ക്ലൈമറ്റിൽ ജീവിക്കുന്ന ആളുകളും ഹൈലൂറോണിക് ആസിഡ് ഉപയോഗിക്കരുത്. ഡ്രൈ ക്ലൈമറ്റിലുള്ള സ്ഥലത്ത് എനിക്ക് ഹൈലൂറോണിക് ആസിഡ് ഉപയോഗിച്ചേ പറ്റൂ എന്നുള്ള ആളുകൾക്ക് ഹൈലൂറോണിക് ആസിഡ് ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴും ഒരു മിസ്റ്റ് സ്പ്രേ ഉപയോഗിക്കുക. ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡാംപ്ഡ് സ്കിന്നിൽ ഉപയോഗിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഒരു മോയ്സ്ചറൈസർ എപ്പോഴും ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഡ്രൈ ക്ലൈമറ്റുള്ള സ്ഥലങ്ങളിലും ഹൈലൂറോണിക് ആസിഡ് അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഹൈലൂറോണിക് ആസിഡ് എങ്ങനെയാണ് ലെയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഹൈലൂറോണിക് ആസിഡ് ലെയർ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചാണ്. ഇവിടെ നമുക്കൊരു നോർമൽ കേസ് നോക്കാം. ആദ്യം ക്ലെൻസ് ചെയ്തതിന് ശേഷം വൈറ്റമിൻ സി, റെറ്റിനോൾ സിറംസ് എല്ലാം ഉപയോഗിച്ച് അതൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 5 to 10 minutes വെയിറ്റ് ചെയ്യുക, അതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മിസ്റ്റ് സ്പ്രേ ഉപയോഗിച്ച് സ്കിന്നൊന്ന് വെറ്റാക്കിയതിന് ശേഷം ഹൈലൂറോണിക് ആസിഡ് സിറം അപ്ലൈ ചെയ്യുക. അതിന് മുകളിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അതിന് മുകളിലാണ് SPF യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഉപയോഗിക്കുന്നത് മൂലം ഹൈലൂറോണിക് ആസിഡ് നല്ല രീതിയിൽ, നല്ല റിസൾട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്.